എടാ നമ്മളിപ്പോ കുറെ ഡിസ്റ്റൻസുകൾ പഠിച്ചു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് പഠിച്ചു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ലൈൻ ആൻഡ് എ പോയിന്റ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. പക്ഷെ രണ്ട് ലൈനുകളുടെ പ്രധാനപ്പെട്ട കാര്യം, ആ രണ്ട് ലൈനുകളും എന്തായിരിക്കണം? പാരലൽ ലൈനുകളായിരിക്കണം. പാരലൽ ലൈനുകളുടെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ പാരലൽ ലൈൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. പാരലൽ ലൈൻസിന്റെ പ്രത്യേകത, ഇപ്പൊ രണ്ട് പാരലൽ ലൈൻസിന്റെ ഇക്വേഷൻ ഞാൻ എഴുതുവാണെന്ന് വിചാരിച്ചു. 3x plus 4y minus 5 equal to 0. ഇതൊരു ലൈൻ. ഇതിന് പാരലൽ ആയിട്ട് വേറൊരു ലൈൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം 3x plus 4y plus 8 equal to 0. എടാ രണ്ട് പാരലൽ ലൈൻസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ അതിന്റെ എക്സുകളുടെ കൂടെ നിൽക്കുന്ന കോഎഫിഷ്യന്റും വൈകളുടെ കൂടെ നിൽക്കുന്ന കോഎഫിഷ്യന്റും സെയിം ആയിരിക്കും. കണ്ടാ ഇവിടെ 3x 3x 4y 4y, ഈ നമ്പറിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് പാരലൽ ലൈൻ ആണ്. വേറെ രണ്ട് പാരലൽ ലൈൻസ് എഴുതാൻ പറഞ്ഞാൽ 5x minus 2y plus 8 equal to 0, 5x minus 2y plus 1 equal to 0. ഇതും പാരലൽ ലൈൻ ആണ്. കാര്യം എന്താ? 5x minus 2y minus 2y. ഇവിടെ 8 ഒന്നും മാത്രമേ മാറാവുള്ളൂ. എക്സും വൈകളും മാറരുത്, ചേഞ്ച് ചെയ്യരുത്. ഇങ്ങനെ വന്നാൽ അത് പാരലൽ ലൈൻ ആണ്. അപ്പൊ നോക്കിയേ, ഞാൻ ഇവിടെ ഒരു ലൈൻ എഴുതുവാണ്, ax plus by plus c1 equal to 0. ഇതിന് പാരലൽ ആയിട്ട് വേറൊരു ലൈൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ വരും? എക്സിന്റെ കൂടെ നിൽക്കുന്ന സെയിം ആയിരിക്കണം ax പ്ലസ് വൈയുടെ കൂടെ നിൽക്കുന്ന സെയിം ആയിരിക്കണം by. എന്തിന് മാത്രമേ മാറ്റം ഉണ്ടാകാവുള്ളൂ? സികളിൽ, കോൺസ്റ്റന്റിൽ, നമ്പറുകളിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ രണ്ട് പാരലൽ ലൈനിന്റെ ഡിസ്റ്റൻസ് പറയാൻ ഭയങ്കര എളുപ്പമാണെന്ന് നോക്കിയേ. ഡിസ്റ്റൻസ് ഈക്വൽ ടു മോഡുലസിന്റെ അകത്ത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന രണ്ട് നമ്പറുകളില്ല, രണ്ട് നമ്പറുകൾ C1 ഉം C2, അത് തമ്മിൽ കുറയ്ക്കുക, C1 മൈനസ് C2. താഴെ നമ്മൾ മറ്റേ ഡിസ്റ്റൻസ് പഠിച്ച പോലെ എന്താണോ എ എന്താണോ ബി അതിന്റെ രണ്ടിന്റെയും സ്ക്വയർ എടുക്കുക, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, എനിക്ക് ഈ രണ്ട് ലൈനുകളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാടാ? നോക്കിയേ, ഡിസ്റ്റൻസ് ഈക്വൽ ടു, താഴെ വരേണ്ടത് എന്താണ്? എക്സിന്റെ കൂടെ നിൽക്കുന്ന നമ്പറിന്റെ സ്ക്വയർ, രണ്ടടുത്തും ഒന്ന് തന്നെയായിരിക്കും. എക്സിന്റെ കൂടെ നിൽക്കുന്ന ഏതാണ്? 5, 5ന്റെ സ്ക്വയർ പ്ലസ് വൈയുടെ കൂടെ നിൽക്കുന്നത് എത്രയാണ്? -2, -2ന്റെ സ്ക്വയർ. നോക്ക്, മേളിൽ വരേണ്ടത് എന്താണ്? മോഡുലസിന്റെ അകത്ത് സികൾ കുറച്ചെഴുതണം, 8ൽ നിന്ന് 1 കുറയ്ക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, മോഡുലസിന്റെ അകത്ത് 8ൽ നിന്ന് 1 കുറച്ചാൽ എത്ര വരും? 7 ബൈ റൂട്ടിന്റെ അകത്ത് 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 പ്ലസ് -2ന്റെ സ്ക്വയർ -4 ആണോ? അല്ല, +4. അപ്പൊ ആൻസർ എത്ര കിട്ടി? മോഡുലസ് 7 എന്ന് പറഞ്ഞാൽ 7 ആണ്. റൂട്ടിന്റെ അകത്ത് 29. ഇതാണ് ഡിസ്റ്റൻസ്. അപ്പൊ മനസ്സിലായല്ലോ, എയും ബി ഒക്കെ സെയിം, ഈ സിയിൽ മാത്രമേ എന്ത് വരുള്ളൂ? മാറ്റം വരുള്ളൂ. അത് കുറച്ച് മേളിൽ എഴുതിക്കോളൂ. അതാണ് പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, ശ്രദ്ധിച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയടാ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഒരു ലൈൻ തന്നിട്ടുണ്ട്, വേറൊരു ലൈൻ തന്നിട്ടുണ്ട്. ലൈൻ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി എന്ത് ലൈനാണ്? 3x 3x minus 2y minus 2y, രണ്ടും സെയിം ആണ്. അപ്പൊ അത് ഉറപ്പായിട്ട് പാരലൽ ലൈൻ ആണ്. വ്യത്യാസം വന്നിട്ടുള്ള എന്തിൽ മാത്രമാണ്? 8ലും -1ലും. അപ്പൊ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്താണെന്നാ പറഞ്ഞത്? ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ത് വരും? മേളിൽ മോഡുലസിന്റെ അകത്ത് C1 മൈനസ് C2 ബൈ താഴെ എയുടെ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ. ശ്രദ്ധിച്ചു, C1 ഉം C2 ഏതാണ്? 8 ആണ് C1 ഒരെണ്ണം, മൈനസ് കുറയ്ക്കണം. C2 ഇവിടെ ഏതാണ്? 1 ആണ്, അല്ല, -1. തെറ്റിക്കരുത്, മിക്കവരും തെറ്റിക്കുന്ന സാധനം. ബൈ റൂട്ടിന്റെ അകത്ത് എയുടെ സ്ക്വയർ, എ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ നിൽക്കുന്നത് എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ നിൽക്കുന്നത് -2ന്റെ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ എന്ത് വന്നു? 8, ഈ മൈനസും മൈനസും കൂടി ചേരുമ്പോൾ പ്ലസ് ആവും 1 ഡിവൈഡഡ് ബൈ റൂട്ടിന്റെ അകത്ത് എത്ര വന്നടാ? 3 സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് -2ന്റെ സ്ക്വയർ എത്രയാണ്? 4, -4 അല്ല. അപ്പൊ എത്ര വന്നു? മോഡുലസിന്റെ അകത്ത് 9 ബൈ റൂട്ട് 13. മോഡുലസിന്റെ അകത്ത് 9 വന്നാൽ 9 തന്നെയാണ്, ബൈ റൂട്ട് 13. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് യൂണിറ്റ്സ്. മനസ്സിലായില്ലേടാ? എളുപ്പമല്ലേ? പറഞ്ഞുകൂടി ചെയ്യണം, വേണമെങ്കിൽ പറഞ്ഞുകൂടി ചെയ്യാം. 2x പ്ലസ് 3y പ്ലസ് 1 ഈക്വൽ ടു 0, 2x പ്ലസ് 3y പ്ലസ് 5 ഈക്വൽ ടു 0. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം.
ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതുക. എന്താണ്? C1 - C2 മോഡുലസിന്റെ അകത്ത് ഡിവൈഡഡ് ബൈ റൂട്ടിന്റെ അകത്ത് A² പ്ലസ് B². C1 എത്രയാണ് പറഞ്ഞു? വേഗം പറഞ്ഞു. C1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന നമ്പറുകൾ എത്രയാണ്? മോഡുലസിന്റെ അകത്ത് 1 - 5 ഡിവൈഡഡ് ബൈ താഴെ റൂട്ടിന്റെ അകത്ത് വരുന്നത് എയുടെ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ നിൽക്കുന്നത് 2² പ്ലസ് ബി എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ നിൽക്കുന്നത് 3² ഇവിടെ 1 5 കുറച്ചാൽ എത്രയാണ്? -4 ബൈ താഴെ എത്ര വരും? 2ന്റെ സ്ക്വയർ 4 പ്ലസ് 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. അപ്പൊ ആൻസർ എത്ര വന്നു പറ? -4 മോഡുലസിന്റെ അകത്ത് വന്ന് എന്ത് ചെയ്യണം? മൈനസ് എടുത്ത് മാറ്റിക്കൊള്ളണം. അപ്പൊ ആൻസർ എത്ര വന്നു? 4 ബൈ റൂട്ടിന്റെ അകത്ത് 13. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റ് എന്ന് കൊടുക്കാം. സെന്റിമീറ്റർ, മീറ്റർ എന്തെങ്കിലും ആയിക്കോട്ടെ. എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പം.